ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നിർമ്മിതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അതിലേക്കുള്ള എൻട്രൻസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണ് അതുകൊണ്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ചരിത്ര നിർമ്മിതികളിൽപ്പെട്ട ഒരു നിർമ്മിതി, തെലുങ്കാന സ്റ്റേറ്റിൻ്റെയും അതേപോലെ ഹൈദരാബാദി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം, അതാണ് ഈ കാണുന്ന ചാർമിനാർ. യഥാർത്ഥത്തിൽ ഇതൊരു പള്ളിയാണ്, ഒരു ഷിയ പള്ളിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് നിർമ്മിച്ചത് ഒരു ഷിയ രാജാവാണ്. ഈ കാണുന്ന ചാർമിനാറിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു പള്ളിയാണ്. നോർമലി ഇപ്പം സാധാരണക്കാർക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. ഒരു ഗംഭീര മെഹ്റാബോട് കൂടിയുള്ള മനോഹരമായ ഒരു പള്ളിയാണ് ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത്. പള്ളിയുടെ തൊട്ട് അടിയിലുള്ള ഈ കാണുന്ന പാളുകളൊക്കെ നിൽക്കുന്ന ഈ ഒരു നിലയിലേക്ക് മാത്രമാണ് നിലവിൽ പ്രവേശനമുള്ളത്. ഏകദേശം 450 വർഷം പഴക്കമുള്ള ഈ ഒരു പള്ളി അല്ലെങ്കിൽ ഈ ഒരു ചാർമിനാർ നിർമ്മിച്ചിട്ടുള്ളത് ഷിയ വിശ്വാസികളായിരുന്നു. കുത്തുബ് ഷാഹി സാമ്രാജ്യത്തിലെ 5ാമത്തെ സുൽത്താനായിരുന്ന മുഹമ്മദ് ഖുലി ഖുത്തുബ് ഷായാണ്. നിലവിൽ ചാർമിനാറിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് 25 രൂപയും വിദേശികൾക്ക് 300 രൂപയുമാണ്. നമ്മൾ നേരെ കയറി ചെല്ലുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു ഓപ്പൺ ഏരിയ ആണ്. അതിൻ്റെ നടുവിൽ ഇതേപോലെ ഒരു ഫൗണ്ടൻ ഉണ്ട്. അതിൻ്റെ നേരെ മുകളിലേക്ക് ഒരു കുബ്ബയാണ്. അതേപോലെ ചാർമിനാർ എന്നുള്ളൊരു പേര് വരാൻ കാരണം 4 മിനാരങ്ങൾ, അതേപോലെ 4 തൂണിൻ്റെ മുകളിലാണിത്. 4 ഭാഗവും ഒരേപോലെയാണ്. അങ്ങനെ ഒരുപാട് 4 കൊണ്ടുള്ള ഒരു കളിയാണ്. ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അതിലേക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു സമയം, ചെറിയ ഇടുങ്ങിയൊരു വഴി. കാരണം ഈ പറഞ്ഞ പോലെ 4 തൂണിൻ്റെ മുകളിലാണ് ചാർമിനാർ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തൂണിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് എന്തുള്ളത്, എൻട്രി ഉള്ളത്. ഈ പഴയ കാലത്ത് ഉണ്ടാക്കിയ മിനാരങ്ങളുടെയൊക്കെ മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഈ സ്റ്റെപ്പുകൾ നമ്മൾ കഷ്ടപ്പെട്ട് കയറി ചെന്നാൽ പിന്നെ ഇതുപോലെ ഹാളുകളാണ്, നീണ്ടു കിടക്കുന്ന ഹാളുകൾ. അതിൻ്റെ വലതു ഭാഗം അതായത് റൗണ്ടാണ്. ആ റൗണ്ടിൻ്റെ നടുഭാഗം തന്നെ അതേപോലെ ഓപ്പൺ ഏരിയയാണ്, ഒരു കുബ്ബയാണ്. അതിമനോഹരമായ കൊത്തുപണികളൊക്കെ ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ കുത്തുബ് ഷാഹി സമയത്തുണ്ട് അള്ളാഹ് മുഹമ്മദ് യാ മുഹമ്മദ് യാ അള്ളാഹ് എന്നുള്ള ഒരു സംഭവം. അതുപോലെ ഗംഭീരമായിട്ടുള്ള ആ ഒരു കുത്തുബ് ഷാഹി സാമ്രാജ്യത്തിലെ അവരുടേതായിട്ടുള്ള ചില മനോഹരമായിട്ടുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചുമരുകൾ നിറയും. അതായത് ഗംഭീരമായിട്ടുള്ള കൊത്തുപണികളാണ്. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും മുകളിലുള്ള പള്ളി, അവിടെ ഞാൻ ഒരിക്കൽ കയറിയിരുന്നു. അതിഗംഭീരമായ പള്ളി എന്ന് പറഞ്ഞാൽ മനോഹരമായ കൊത്തുപണികളുള്ള ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ നിലവിൽ ചാർമിനാർ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അങ്ങാടി കൂടിയാണ്. സാധാരണ കച്ചവടക്കാരും തെരുവ് കച്ചവടക്കാരൊക്കെ നിറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്ത് ആവശ്യത്തിനും പെട്ടെന്ന് ചാർമിനാറിലേക്ക് പോവുക എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ 450 വർഷങ്ങൾക്ക് മുമ്പ് എന്തിന് ഇത്രയും മനോഹരമായ അതിഗംഭീരമായിട്ടുള്ള നിർമ്മാണം നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ പറയപ്പെടുന്നത് തൻ്റെ സാമ്രാജ്യത്തിൽ പടർന്നു പിടിച്ച പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണ് അത്ര ഈ മുഹമ്മദ് ഖുലി ഖുത്തുബ് ഷാഹി ഒരു പള്ളി അല്ലെങ്കിൽ ഈ ഒരു ചാർമിനാർ നിർമ്മിച്ചത് എന്നാണ്. അതുപോലെ തന്നെ ചാർമിനാറിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്.